ഓണക്കാലത്തോടെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം നിശ്ചലമാകുമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. KSRTC പ്രിയദർശിനി സർവീസ് ആരംഭിച്ചതോടെ ഒരുപാട് സ്വകാര്യ ബസ്സുകൾ ഓടാതെയായി. പ്രശ്നപരിഹാരത്തിന് വിദ്യാർത്ഥി കൺസെഷൻ മിനിമം നിരക്ക് 5 രൂപയാക്കണമെന്നും ഡീസൽ സബ്സിഡി നൽകണമെന്നും സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് KSRTCയുടെ പ്രിയദർശിനി സർവീസ് ആരംഭിച്ച് 45 ദിവസം പിന്നിടുമ്പോൾ സ്വകാര്യ ബസ് വ്യവസായം വലിയ പ്രതിസന്ധിയിലാണെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ പറഞ്ഞു. ഓണക്കാലത്തോടെ സ്വകാര്യ ബസ് വ്യവസായം പൂർണ്ണമായും നിലയ്ക്കുമെന്ന സ്ഥിതിയാണ്. തൊഴിലാളികൾക്ക് ശമ്പളവും ബോണസും പോലും നൽകാൻ കഴിയാത്ത സ്ഥിതി. പ്രിയദർശിനി സർവീസ് സ്വകാര്യ ബസ് സർവീസുകളുടെ മരണമണി അടിച്ചിരിക്കുകയാണ്. യാത്രക്കാരിൽ സിംഹഭാഗവും സ്വകാര്യ ബസ്സുകളെ ഉപേക്ഷിച്ചു. G-ഫോം പോലും പലരും നൽകാത്തത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുമെന്ന് കരുതിയാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇടവഴികളിലും ഒക്കെ തന്നെ ശരിയായി യാത്രക്കാർക്ക് യാത്രാ സംവിധാനം ഒരുക്കുന്ന ഈ ബസ് സർവീസ് ഇപ്പോൾ അതിൻ്റെ മരണമണി അടിഞ്ഞിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് തന്നെയാണ്. ഒരു മുൻധാരണയോ ഒരു ചർച്ചകളോ ഒരു ഉപാധികളോ ഒന്നും വയ്ക്കാതെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുമായി ഒരു മീറ്റിംഗ് പോലും വയ്ക്കാതെ യഥാർത്ഥത്തിൽ ഏകപക്ഷീയമായൊരു തീരുമാനം നടപ്പാക്കുകയും ആ തീരുമാനം നടപ്പാക്കിയതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 45 ദിവസങ്ങളാവാൻ പോകണം. പ്രശ്നപരിഹാരത്തിന് സംയുക്ത സമരവേദി ഉൾപ്പെടെ ഉണ്ടാക്കി. എന്നാൽ നാളിതുവരെ പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും പ്രശ്നമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. തങ്ങളെ കേൾക്കുന്നതിന് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കൽ, ഡീസൽ സബ്സിഡി ഉൾപ്പെടെ പ്രശ്നപരിഹാരത്തിനായി തങ്ങൾ സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. ജനം, പാലക്കാട്.